ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ സർക്കിൾസിലെ പേജ് 59 തേർഡ് ക്വസ്റ്റ്യൻ വരെയായിരുന്നു നമ്മൾ ചെയ്തത്. ഫോർത്ത് ക്വസ്റ്റ്യനിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കിക്കേ. പ്രൂവ് ദാറ്റ് എനി നോൺ ഐസോസലസ് ട്രപ്പീസിയം ഈസ് നോട്ട് സൈക്ലിക്. ഐസോസലസ് അല്ലാത്ത ട്രപ്പീസിയം സൈക്ലിക് ആകത്തില്ല. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ഒരു ട്രപ്പീസിയം കൺസിഡർ ചെയ്യുന്നു, ABCD. ഇത് സൈക്ലിക് ആണെന്ന് ഞാൻ അസ്യൂം ചെയ്യുക. സൈക്ലിക് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുമ്പോൾ ചെയ്തു വരുമ്പോൾ അത് ഐസോസലസ് ആണെന്ന് കിട്ടിയാൽ നമുക്ക് എന്ത് പറയാം? ഒരു ട്രപ്പീസിയം സൈക്ലിക് ആകണമെങ്കിൽ അത് ഐസോസലസ് ട്രപ്പീസിയം ആകണം. നോൺ ഐസോസലസ് ആയിട്ടുള്ള ട്രപ്പീസിയങ്ങൾ സൈക്ലിക് ആകത്തില്ല. ഇവിടെ നമുക്കറിയാം ഒരു ട്രപ്പീസിയത്തിൻ്റെ പ്രത്യേകത എന്താ? ഒരു പെയർ ഓപ്പോസിറ്റ് സൈഡ്സ് മാത്രം പാരലാകുക. ഇവിടെ ABയും CDയും പാരലാണ്. Therefore, angle A plus angle D is equal to 180 degree and angle B plus angle C is 180 degree. പിന്നെ ഈ ട്രപ്പീസിയം നമ്മളൊരു സൈക്ലിക് ആണെന്ന് അസ്യൂം ചെയ്തു. സൈക്ലിക് ആണെന്ന് അസ്യൂം ചെയ്യുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസിന് സം എന്ന് പറയുന്നത് 180 വരണം. ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെൻ്ററി ആകും സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. Therefore, angle B plus angle D is equal to 180 degree. നോക്കിക്കേ, ഫസ്റ്റ് ഇക്വേഷനിൽ ആംഗിൾ ബിയുടെ കൂടെ ആംഗിൾ C കൂട്ടുമ്പോൾ 180 കിട്ടുന്നു. സെക്കൻഡ് ഇക്വേഷനിൽ ആംഗിൾ ബിയുടെ കൂടെ ആംഗിൾ D കൂട്ടുമ്പോൾ 180 കിട്ടുന്നു. ദാറ്റ് മീൻസ് ആംഗിൾ C is equal to ആംഗിൾ D. ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആകും. ആംഗിൾ സിയും ആംഗിൾ ഡിയും ഈക്വൽ എന്ന് പറഞ്ഞാൽ ഒരു ട്രപ്പീസിയസിൻ്റെ ഒരു പാരലൽ സൈഡിൻ്റെ അഡ്ജസൻ്റ് ആംഗിൾസ് ഈക്വൽ ആകുന്നു. ദാറ്റ് മീൻസ് ദിസ് ട്രപ്പീസിയം ഈസ് ആൻ ഐസോസലസ് ട്രപ്പീസിയം. അപ്പോൾ ഒരു ട്രപ്പീസിയം എടുത്ത് സൈക്ലിക് ആണെന്ന് നമ്മൾ തുടങ്ങിയപ്പോൾ നമുക്ക് ആ ട്രപ്പീസിയം ഐസോസലസ് ആണെന്ന് കിട്ടി. ഹെൻസ് എനി നോൺ ഐസോസലസ് ട്രപ്പീസിയം ഈസ് നോട്ട് സൈക്ലിക്. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഒരു ക്വാഡ്രിലാറ്ററൽ ABCD ഉണ്ട്. അതിൻ്റെ ആംഗിൾ ബൈസെക്ടേഴ്സ് ആണ് ഈ വരച്ചേക്കുന്ന ആംഗിൾ ബൈസെക്ടേഴ്സ് ആണ് ഇതെല്ലാം. ആംഗിൾ ബൈസെക്ടേഴ്സ് പരസ്പരം കട്ട് ചെയ്യുന്ന പോയിൻ്റാണ് PQRS. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ PQRS എന്ന് പറയുന്നത് ആ ക്വാഡ്രിലാറ്ററൽ സൈക്ലിക് ആണെന്ന് കാണിക്കണം. അപ്പം ഞാൻ ഈ ക്വാഡ്രിലാറ്ററലിലെ ആംഗിൾ A എന്ന് പറഞ്ഞാൽ 2A എന്നെടുത്തു. എന്തിനാണ് 2A എടുത്തതെന്ന് സംശയം വരാം. കാരണം ഞാനിവിടെ ബൈസെക്ടർ വരയ്ക്കുമെന്ന് പറഞ്ഞു. ഇപ്പം A എടുത്താൽ നമ്മളിവിടെ ബൈസെക്ടർ വരയ്ക്കുമ്പോൾ കിട്ടുന്ന ആംഗിളല്ല A/2 ഒരു ഫ്രാക്ഷണൽ ഫോമിൽ എഴുതാം. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആംഗിൾ A എന്ന് പറയുന്നത് 2A എന്നും ആംഗിൾ B 2B എന്നും ആംഗിൾ C 2C എന്നും ആംഗിൾ D 2D എന്നും എടുക്കുന്നു. അങ്ങനെയാകുമ്പോൾ ഈ ബൈസെക്ടേഴ്സ് വരയ്ക്കുമ്പോൾ അതിന് രണ്ട് സൈഡിലും അതിൻ്റെ ഹാഫ് വീതമാണ് വരുന്നത്. 2A രണ്ടാകുമ്പോൾ Aയും Aയും ആകും, ഇവിടെ Bയും Bയും ആകും, Cയും Cയും ആകും, Dയും Dയും ആകും. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ രണ്ട് ആംഗിളാണ് ഞാൻ ഓപ്പോസിറ്റ് ആംഗിൾസ്. ഇത് രണ്ടെണ്ണം എടുത്താലും മതി. ഈ രണ്ട് ആംഗിൾസിൻ്റെ സം 180 എന്ന് കാണിക്കാൻ പോവാം. അപ്പോൾ ഈ ആംഗിൾ നമുക്ക് അതിനെ റിലേറ്റ് ചെയ്ത് മറ്റൊരു ആംഗിൾ നമുക്കില്ല. പക്ഷേ ഇതിൻ്റെ അതേ മെഷർമെൻറ്റാണ് ഈ ആംഗിൾ, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിളാണ്. അപ്പോൾ ഈ ആംഗിൾ കിട്ടിയാലും മതി, നമുക്ക് ഇതിൻ്റെ മെഷർമെൻ്റ് ആകും. അതിനായിട്ട് ട്രയാങ്കിൾ ASD എന്ന ട്രയാങ്കിൾ ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. ട്രയാങ്കിൾ ASD അതിൽ രണ്ട് ആംഗിൾസ് ഉണ്ട്. മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കുക എന്താ ചെയ്യുന്നത്? മൂന്ന് ആംഗിളിൻ്റെ കൂടെ സം 180 ആണ്. അപ്പോൾ മൂന്നാമത്തെ ആംഗിൾ എന്ന് പറയുന്നത് 180യിൽ നിന്നും ഈ രണ്ട് ആംഗിളിൻ്റെ സം സബ്ട്രാക്ട് ചെയ്യുന്നത് 180 മൈനസ് A+D. ഇനി അടുത്തതായിട്ട് ഈ ആംഗിളല്ലേ നമുക്ക് വേണ്ടത്. അതിന് പകരം അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ കിട്ടിയാലും മതിയല്ലോ. അതിനായിട്ട് BCQ എന്ന ട്രയാങ്കിൾ ഞാൻ എടുക്കുന്നു. BCQ എന്ന ട്രയാങ്കിളിൽ രണ്ട് ആംഗിൾസ് നമുക്കുണ്ട്. മൂന്നാമത്തെ ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾ BQC ആണ്. ഇവിടുത്തെ ആംഗിൾ B, ഈ ആംഗിൾ C. Therefore, this angle is 180 minus B plus C. 180 minus B plus C.
അപ്പോൾ ഇത് എത്രയാണോ ഈ ആംഗിൾ അതേ മെഷർമെൻ്റ് ആയിരിക്കും ആംഗിൾ PQR എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം എന്താ? ദേ ആർ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. അപ്പോൾ ഇവിടെ PSR എന്ന് പറയുന്നത് ആംഗിൾ PSR എന്ന് 180 മൈനസ് A പ്ലസ് ഡി എന്നും ആംഗിൾ Q എന്ന് പറയുന്നത് ആംഗിൾ PQR എന്ന് പറയുന്നത് 180 മൈനസ് B പ്ലസ് C എന്നും കിട്ടുന്നു. ഇനി ഇവയുടെ സം കണ്ടുപിടിക്കുമ്പോൾ 180 കിട്ടിയാൽ നമുക്ക് എന്ത് പറയാം? ദീസ് ക്വാഡ്രിലാറ്ററൽ ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. അതിനായിട്ട് ഞാൻ ആ രണ്ട് ആംഗിളിൻ്റെയും കൂടെ സം കാണുകയാണ്. നോക്കിക്കേ, അവയുടെ സം കാണുമ്പോൾ ആദ്യത്തെ മെഷർ 180 മൈനസ് A പ്ലസ് ഡി, അടുത്തതിൻ്റെ 180 മൈനസ് B പ്ലസ് ഡി. ഇവിടെ 180 പ്ലസ് 180 360 വരുന്നു. മൈനസ് കോമൺ എടുക്കുമ്പോൾ A പ്ലസ് B പ്ലസ് C പ്ലസ് ഡി എന്ന് വരും. ഇനി നമുക്കറിയാം ആ ക്വാഡ്രിലാറ്ററൽ ABCയുടെ ആംഗിൾസ് ഏതൊക്കെയായിരുന്നു? 2A 2B 2C 2D. ഒരു ക്വാഡ്രിലാറ്ററലിനെ സംബന്ധിച്ച് അതിൻ്റെ ആംഗിളുകളുടെ എല്ലാം കൂടെ സം എന്ന് പറയുന്നത് എപ്പോഴും 360 ആണ്. ഇപ്പോൾ 2A പ്ലസ് 2B പ്ലസ് 2C പ്ലസ് 2D എന്ന 360 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു A പ്ലസ് B പ്ലസ് C പ്ലസ് D ഈസ് 360. അപ്പോൾ A പ്ലസ് B പ്ലസ് C പ്ലസ് D എന്ന് പറയുന്നത് 360/2, ദാറ്റ് ഈസ് 180 ഡിഗ്രി. അപ്പോൾ 360 മൈനസ് 180 ഈസ് 180. അപ്പോൾ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സം 180 ഡിഗ്രി. ദാറ്റ് മീൻസ് one pair of opposite angles are supplementary. Therefore, PQRS is cyclic. ഇത് ക്ലിയർ ആകാം. എന്തെങ്കിലും ഇതൊക്കെ ഇച്ചിരി നന്നായിട്ട് നോക്കേണ്ടതാണ്. എവിടെയെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ നിങ്ങളൊന്ന് ഒന്നുകൂടെ ഒന്ന് കണ്ടു നോക്കണം. അടുത്തത് നമുക്ക് തന്നിരിക്കുന്നത് നോക്കിയേ, ABDC എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററൽ സൈക്ലിക് ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിന് നമുക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ. AC എന്ന് പറയുന്നത് BDക്ക് ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. ഈ രണ്ട് സൈഡ്സ് പാരലൽ അല്ലെന്നും തന്നിട്ടുണ്ട്. ഇത് രണ്ടും ഈക്വൽ ആണ്, പക്ഷേ പാരലൽ അല്ല. നമുക്കിത് ഫിഗറിൽ നമുക്ക് ക്ലിയർ ആണ്. ABQP ഈസ് സൈക്ലിക്. ഇത് സൈക്ലിക് ആകുമ്പോൾ നമ്മൾ ആംഗിൾ AX ഡിഗ്രി എന്ന് അസ്യൂം ചെയ്താൽ അതിൻ്റെ എക്സ്റ്റേണൽ ആംഗിൾ ഇവിടെ വരുന്നത് എത്ര വരും? ആംഗിൾ PQD ഈസ് ഓൾസോ X ഡിഗ്രി. അഗെയിൻ PQDC ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. therefore ആംഗിൾ C ഈസ് 180 മൈനസ് X. ആംഗിൾ Aയും ആംഗിൾ Cയും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ആംഗിൾ A പ്ലസ് ആംഗിൾ C, ദാറ്റ് ഈസ് X പ്ലസ് 180 മൈനസ് X ആഡ് ചെയ്യുമ്പോൾ 180 എന്ന് കിട്ടും. ഈ രണ്ട് ആംഗിൾസിൻ്റെ സം 180 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? ABയും CDയും പാരലാണ്. കോഇൻഡിറ്റർ ആംഗിൾസ് സപ്ലിമെൻ്ററി ആകുമ്പോൾ ആ രണ്ട് ലൈൻസും എങ്ങനെയാകും? പാരലാകും. ദാറ്റ് മീൻസ് AB ഈസ് പാരലൽ ടു CD. One pair of opposite sides is parallel and non-parallel sides are equal. Therefore, ABDC is an isosceles trapezium. ഇതിൻ്റെ ഒരു പെയർ ഓപ്പോസിറ്റ് സൈഡ്സ് ഇതാ ഈ രണ്ട് സൈഡ്സ് പാരലാണ്. ഇതല്ലാതുള്ള സൈഡ്സ് രണ്ടും പാരലൽ അല്ല, പക്ഷേ ഈക്വൽ ആണ്. എന്ന് പറഞ്ഞാൽ ABDC എന്ന് പറയുന്നത് ഐസോസെലസ് ട്രപ്പീസിയം ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു എവരി ഐസോസെലസ് ട്രപ്പീസിയംസ് ആർ സൈക്ലിക്. Therefore, ABDC is cyclic. ഇനി സെക്കൻഡ് പാർട്ട്, അവിടെയും നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ABDC സൈക്ലിക് ആണെന്ന്. അതിന് ആംഗിൾ A ഞാൻ X ഡിഗ്രി എന്ന് എടുത്തു. ABQP സൈക്ലിക് ആണെന്ന് നമുക്ക് ഫിഗറിൽ നിന്ന് അറിയാം. Therefore, this external angle is also X degree. Again, PQSR is cyclic. ആംഗിൾ Q X ഡിഗ്രി ആകുമ്പോൾ അതിൻ്റെ എക്സ്റ്റേണൽ ആംഗിൾ ഇവിടെ വരുന്നത് X ഡിഗ്രി ആയിരിക്കും. ഇനി RSDC ഇത് സൈക്ലിക് ആകുമ്പോൾ ദിസ് ആംഗിൾ ഈസ് X ഡിഗ്രി. therefore ഓപ്പോസിറ്റ് ആംഗിൾ ഈസ് 180 മൈനസ് X. ഇത് രണ്ടും കൂടെ സം 180 വരണം. ഇനി ഈ വലിയ ക്വാഡ്രിലാറ്ററൽ സൈക്ലിക് ആണെന്ന് പറയാൻ ആംഗിൾ A പ്ലസ് ആംഗിൾ D കാണുക. എത്ര വരും? ആംഗിൾ A പ്ലസ് ആംഗിൾ D X പ്ലസ് 180 മൈനസ് X, ദാറ്റ് ഈസ് 180. ഒരു പെയർ ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെൻ്ററി ആയി. ദാറ്റ് മീൻസ് ABDC ഈസ് സൈക്ലിക്. ഇത് കുറച്ചുകൂടി കഴിഞ്ഞ ഇതിനെക്കാട്ട് കുറച്ചുകൂടി എളുപ്പമുണ്ട് അല്ലേ?
നെക്സ്റ്റ് 7th ക്വസ്റ്റ്യൻ. അവിടെ പറഞ്ഞിരിക്കുന്നത് ABC എന്ന് പറയുന്നത് ഒരു ട്രയാങ്കിളാണ്. ആ ട്രയാങ്കിളിൽ അതിൻ്റെ സൈഡ്സിലെ പോയിൻറ്റ്സ് ആണ് PQR എന്ന് പറയുന്നത്. ഇവിടെ ARQ എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ സർക്കിളും BPR എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ സർക്കിളും M എന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്നു. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് PCQ എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ സർക്കിളും എമ്മിൽ കൂടി പാസ് ചെയ്യുന്നു എന്ന് കാണിക്കണം. അപ്പം 3 പോയിന്റിൽ കൂടി പോകുന്ന ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ 3 വെർട്ടെക്സിൽ കൂടി പോകുന്ന ഒരു സർക്കിൾ 4ാമത്തെ വെർട്ടെക്സിൽ കൂടി പോകുന്നു എന്ന് കാണിക്കണമെങ്കിൽ ആ 4ാമത്തെ വെർട്ടെക്സും അതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള ആംഗിളും തമ്മിലുള്ള സം 180 എന്ന് കാണിക്കണം. അപ്പോൾ അതാ ഈ 2 ആംഗിൾ തമ്മിലുള്ള സം 180 എന്നാണ് നമ്മൾ കാണിക്കേണ്ടത്. ഇവിടെ ഞാൻ ആംഗിൾ A X ഡിഗ്രി എന്നും ആംഗിൾ B Y ഡിഗ്രി എന്നും എടുത്തു. ARMQ ഇതെല്ലാം ഈ ആദ്യത്തെ സർക്കിളിലെ പോയിന്റ് അല്ലേ. അപ്പോൾ അത് സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്. അപ്പോൾ ഈ ആംഗിൾ A X ഡിഗ്രി ആകുമ്പോൾ ആംഗിൾ RMQ ഈസ് 180 മൈനസ് X. അതേപോലെ ആംഗിൾ BY ഡിഗ്രി ആകുമ്പോൾ BPMR സൈക്ലിക് ആണ്. therefore ആംഗിൾ PMR ഈസ് ഓൾസോ ഈസ് 180 മൈനസ് Y. അപ്പോൾ ഈ 2 ആംഗിൾസ് നമുക്ക് കിട്ടി. ഒന്ന് 180 മൈനസ് എക്സും അടുത്തത് 180 മൈനസ് വൈ. 2 ആംഗിളും കിട്ടി. ഇനി നമുക്കറിയാം ഒരു പോയിന്റിന് ചുറ്റുമുള്ള 8ാം ക്ലാസ്സിൽ പഠിച്ചതാണ്, ഒരു പോയിന്റിന് ചുറ്റുമുള്ള ആംഗിൾ എന്ന് പറയുന്നത് 360 ആണ്. അപ്പോൾ ഇവിടെ ഈ പോയിന്റിന് ചുറ്റുമായിട്ട് 3 ആംഗിൾസാണ് ഉള്ളത്. ആ 3 ആംഗിൾസിൻ്റെ കൂടെ സം 360 വരണം. 360 ആണ്. അപ്പോൾ ഈ അതിനകത്ത് 2 ആംഗിൾ ഉണ്ടെങ്കിൽ 3ാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? 360യിൽ നിന്നും ഈ 2 ആംഗിൾസ് സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ ആംഗിൾ PMQ ഇസ് ഈക്വൽ ടു 360 മൈനസ് ഏതൊക്കെ ആംഗിളാണ്? ആംഗിൾ RMQ പ്ലസ് ആംഗിൾ PMR. ഈ 2 ആംഗിളിൻ്റെ സം 360യിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യണം. വാല്യൂ കൊടുക്കുമ്പോൾ എന്ത് വരും? 360 മൈനസ് 180 മൈനസ് എക്സ് പ്ലസ് 180 മൈനസ് വൈ. ഈ മൈനസ് അകത്തോട്ട് കൊടുക്കുമ്പോൾ 360 മൈനസ് 180 പ്ലസ് എക്സ് മൈനസ് 180 പ്ലസ് വൈ. 360 ഈ മൈനസ് 180 രണ്ടും കൂടെ ക്യാൻസലായിട്ട് ബാക്കി എക്സ് പ്ലസ് വൈ എന്ന് വരും. എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ ആംഗിൾ എയും ആംഗിൾ ബിയും ഉള്ള സമ്മ. നമുക്കറിയാം ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ ഇത് എക്സ് ഇത് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 180 മൈനസ് ആംഗിൾ സി ആണല്ലോ. ഈ ആംഗിൾ സി ഓപ്പോസിറ്റ് സൈഡിൽ കൊണ്ടുവരുമ്പോൾ അപ്പോൾ നമുക്ക് എക്സ് പ്ലസ് വൈക്ക് പകരം ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി എന്ന് പറയുന്നത് ഇത് 3 കൂടെ കൂട്ടുമ്പോൾ 180 ആണ്. അപ്പോൾ ഈ 2 ആംഗിൾ എന്ന് പറയുന്നത് 180യിൽ നിന്നും ആംഗിൾ സി സബ്ട്രാക്ട് 180 മൈനസ് ആംഗിൾ സി. അപ്പോൾ ആംഗിൾ PMQ എന്ന് പറയുന്നത് 180യിൽ നിന്നും ആംഗിൾ സി കുറയ്ക്കുന്നതാണ്. ഈ -1 ആംഗിൾ സി ഓപ്പോസിറ്റ് സൈഡിലാകും പ്ലസ് ആകും. ആംഗിൾ PMQ പ്ലസ് ആംഗിൾ സി ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. അതാ നോക്കിയേ, ഈ 2 ആംഗിളിൻ്റെ സം 180 ഡിഗ്രി മീൻസ് ഓപ്പോസിറ്റ് ആംഗിൾ ഈസ് സപ്ലിമെൻ്ററി. PCQM എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററലിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെൻ്ററി ആണ്. ദാറ്റ് മീൻസ് ദിസ് ഈസ് സൈക്ലിക്. സൈക്ലിക് ആകുമ്പോൾ ഇതിനൊരു സർക്കിൾ വരച്ചാൽ അതെവിടെ കൂടെ പോകും? M എന്ന പോയിന്റിൽ കൂടി പാസ് ചെയ്യും. PMQC is cyclic and its circumcircle passes through M. ഇപ്പോൾ എല്ലാത്തിൻ്റെ എല്ലാം എമ്മിൽ കൂടി പാസ് ചെയ്യുന്നു എന്നുള്ളത് കിട്ടും. അവിടെ വരെയാണ് അതിൻ്റെ പ്രൂഫ്. ഇത് 1-2 പ്രാവശ്യം നിങ്ങൾ നോക്കിയെങ്കിലേ പറ്റത്തുള്ളൂ. ഇത്തിരി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇതിനകത്തിലെ 1-2 പ്രോബ്ലങ്ങൾ, ഈ 2 പ്രോബ്ലങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ആംഗിൾ കണ്ടുപിടിക്കാനുള്ളത് ഇതാ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് ഇത്. അപ്പം അതുകൊണ്ട് നന്നായിട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ.